വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശയ്യാ 26-ാം അധ്യായം ദൈവജനത്തിൻ്റെ ജയഗാനമാണ്. സിയോൻ നഗരത്തിൽ ദൈവം രക്ഷയുടെ മതിൽ സ്ഥാപിക്കുന്നു. വിശ്വസ്തരും നീതിമാന്മാരും മാത്രമേ അതിൽ പ്രവേശിക്കൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സമാധാനം ലഭിക്കും. ജനങ്ങൾ ദൈവത്തെ കാത്തിരിക്കുന്നു, അവൻ്റെ ന്യായവിധികളെ അംഗീകരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന പ്രത്യാശയും ഇവിടെ കാണുന്നു. ഒടുവിൽ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യും. അങ്ങയുടെ മരിച്ചവർ ജീവിക്കും, അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പൂഴിയിൽ ശയിക്കുന്നവരെ ഉണർന്ന് സന്തോഷകീർത്തനം ആലപിക്കുവിൻ. അങ്ങയുടെ ഹിമഗണം പ്രകാശം ചൊരിയുന്ന തുഷാര ബിന്ദുവാണ്. നിഴലുകളുടെ താഴ്വരയിൽ അങ്ങത് വർഷിക്കും. യേശയ്യാ 26-ാം അധ്യായം 19-ാം തിരുവചനം. ഇതേ തിരുവചനങ്ങൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-26 തിരുവചനങ്ങളിൽ കാണുന്നു. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് ഉയർപ്പും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ അവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചുകൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? വീണ്ടും 1 കൊറിന്ത്യർ 15-ാം അധ്യായം 51-52 തിരുവചനങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു. നമ്മിൽ എല്ലാവരും ഉറങ്ങുകയില്ല, എന്നാൽ എല്ലാവരും മാറ്റപ്പെടും. ഒരു നിമിഷത്തിൽ, കണ്ണിറുക്കുന്നതിൽ, അവസാന കാഹളത്തിൽ. കാഹളം മുഴങ്ങും. മരിച്ചവർ അക്ഷയരൂപത്തിൽ ഉയർപ്പിക്കപ്പെടും. നമ്മൾ മാറ്റപ്പെടും. യേശയ്യാ 27-ാം അധ്യായം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള പ്രവചനമാണ്. യഹോവ തൻ്റെ ശക്തിയാൽ വളഞ്ഞ് പുളഞ്ഞ് പായുന്ന ലേവിയാതിനെ, അതായത് വലിയ പാമ്പിനെ നശിപ്പിക്കും. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം, അതായത് ഇസ്രായേൽ, അവൻ തന്നെ കാത്തു സൂക്ഷിക്കും. അവനതിന് ദിവസേന വെള്ളം കൊടുക്കും. ദൈവം തൻ്റെ ജനത്തെ ശിക്ഷിച്ചാലും അതവരുടെ പാപം നീക്കുന്നതിനായിരിക്കും. ഒടുവിൽ ഇസ്രായേൽ വീണ്ടും വളരും. ലോകമെമ്പാടും ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടാവും. വലിയ കാഹളം മുഴങ്ങുമ്പോൾ അസിറിയ ദേശത്തും മിസ്രയീം ദേശത്തും ചിതറിപ്പോയവർ സിയോൻ മലയിലെത്തി യഹോവയെ ആരാധിക്കും. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.